നന്ദകുമാറും ഉണ്ടാവില്ല, ഇനി ക്രൈമും ഉണ്ടാവില്ല. നന്ദകുമാറിനെ ജയിലിൽ വെച്ച് ക്രിമിനലുകളുമായി ഏറ്റുമുട്ടി എന്ന നിലയിൽ കൊല്ലും. പി ശശി എന്ന് പറയുന്ന കേരളം കണ്ട അധമനായ രാഷ്ട്രീയ നേതാവിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ ആഭാസത്തരങ്ങളുടെ വീഡിയോകളായിരുന്നു, അത് കാസറ്റാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. കേരളത്തെ ഞെട്ടിക്കുന്ന ശോഭന ജോർജുമായി ബന്ധപ്പെട്ട ഒരു കേസറ്റ്, കേരളം രാഷ്ട്രീയ ബോംബ് ആയിരുന്നു എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. ലാവ്ലിൻ കേസ് പുറത്ത് വിട്ട ഉടൻ തന്നെ അന്ന് എൻ്റെ ഓഫീസ് കത്തിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ മരുമോനിസത്തിൻ്റെ ആളായ റിയാസിൻ്റെ നേതൃത്വത്തിലാണ് എൻ്റെ ഓഫീസ് കത്തിച്ചത്. മോളെ കെട്ടിച്ചു കൊടുക്കാനുള്ള കാരണമായി തീർന്നതും അത് തന്നെയാണ്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജോർജും അവിടുത്തെ CI വന്നിട്ടാണ് എൻ്റെ വാതിലിന് വെട്ടി വിളിച്ച് നന്നായിട്ട് ഉറങ്ങി എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തു. അന്ന് അർദ്ധരാത്രി എൻ്റെ ഓഫീസ് 1 മണിക്കാണ് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നത്. ആ റെയ്ഡ് ചെയ്തപ്പോൾ കൊണ്ടുപോയ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്നതാണ്. അർദ്ധരാത്രി ഒരു ക്രൈമിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യണമെങ്കിൽ ആ ക്രൈമിൻ്റെ ഓഫീസിൽ എന്തെങ്കിലും സംഭവങ്ങളില്ലാതെ അവിടെ കയറി വരും. അതും AV ജോർജിനെ പോലെ ഒരാൾ. അന്ന് ആ ഒരു സൂട്ട് കേസിൽ അന്ന് പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ വെച്ച ചില കാസറ്റുകളായിരുന്നു അവർക്ക് ലക്ഷ്യം. അതിൽ പി ശശി എന്ന് പറയുന്ന കേരളം കണ്ട അധമനായ രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ്റെ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ ആഭാസത്തരങ്ങളുടെ വീഡിയോകളായിരുന്നു, അത് കാസറ്റാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. അതിലുപരി കേരളത്തെ ഞെട്ടിക്കുന്ന ശോഭന ജോർജുമായി ബന്ധപ്പെട്ട ഒരു കേസറ്റ്, കേരളം രാഷ്ട്രീയ ബോംബ് ആയിരുന്നു എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസത്തെ ഞാൻ പത്രസമ്മേളനത്തിന് വെച്ച ഈ രേഖകൾ തപ്പിയാണ് അർദ്ധരാത്രി 1 മണിക്ക് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ആ സാധനങ്ങൾ ആക്കുന്നു. എന്നെ അർദ്ധരാത്രി ഇവിടെ കടത്തുന്നു. എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് പറയാം. ഈ അറസ്റ്റും കാര്യങ്ങളും മുൻകൂട്ടി ഞാൻ അറിഞ്ഞത് CP ജോൺ എന്ന് പറയുന്ന SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ്റെ സുഹൃത്തുക്കളായ രാജശേഖരൻ നായരോട് വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകണമെന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. രാജശേഖരൻ നായർക്ക് നേരത്തെ അറിയാമെന്ന് ഇവിടെ ഈ നമ്മുടെ കേസ് കള്ളമാണെന്ന് തെളിയിക്കുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച, അല്ലെങ്കിൽ സ്പൈസ് ഫ്രം സ്പേസ് എന്ന പുസ്തകം എഴുതിയ അദ്ദേഹമാണ് എന്നെ അറിയിക്കുന്നത്. ശോഭന ജോർജുമായി ഞാൻ സംസാരിച്ചിരുന്നു. ശോഭന ജോർജ് എന്നെ വിളിച്ചിരുന്നു. നന്ദകുമാറിൻ്റെ ഫ്രണ്ടാണല്ലോ. നന്ദകുമാറും ഉണ്ടാവില്ല, ഇനി ക്രൈമും ഉണ്ടാവില്ല. നന്ദകുമാറിനെ ജയിലിൽ വെച്ച് ക്രിമിനലുകളുമായി ഏറ്റുമുട്ടി എന്ന നിലയിൽ കൊല്ലും. ക്രൈമിൻ്റെ ഓഫീസ് ഇതോടുകൂടി കൂട്ടും. അതിൻ്റെ ഭാഗമാണ് എൻ്റെ ഓഫീസിൽ നിന്ന് അർദ്ധരാത്രി ഈ ഡോക്യുമെൻ്റ് എടുത്ത് എൻ്റെ ഓഫീസ് സീൽ ചെയ്ത് പോലീസിനെ കാവലേർപ്പെടുത്തി എന്നെയും കൂടി കൊണ്ടുപോകുന്നത്. എന്നാൽ എനിക്ക് ഭാഗ്യം എല്ലാ സമയത്തും ഉണ്ടാവുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തായ രാജശേഖരൻ നായർ ലോകായുക്തയിൽ പോയി ഒരു പരാതി കൊടുത്തു. നന്ദകുമാറിനെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇതുവരെ എത്തിയിട്ടില്ല, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടുകാർ എല്ലാവർക്കും അന്വേഷിച്ച് യാതൊരു വിവരവുമില്ല. ഇപ്പോൾ ലോകായുക്ത ഇടപെട്ടില്ലെങ്കിൽ, അല്ല ഈ കേസ് മാറ്റിവെക്കുകയാണെങ്കിൽ പിന്നെ നന്ദകുമാറിൻ്റെ ബോഡി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ലോകായുക്ത അന്ന് ജസ്റ്റിസ് PC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ DGPക്ക് വാണിംഗ് കൊടുത്തത് കൊണ്ടാണ് എന്നെ അന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അന്ന് കോഴിക്കോട് നിന്ന് അർദ്ധരാത്രി എന്നെ കൊണ്ടുവന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ രഹസ്യ സ്ഥലത്തേക്ക് ഒരു ജീപ്പിൽ കയറ്റി പോകുമ്പോഴാണ്, പോകാൻ റെഡിയാകുമ്പോഴാണ് അവിടുത്തെ SI രാധാകൃഷ്ണൻ നായർ ഓടി വന്നിട്ട് വണ്ടി നിർത്താൻ പറയുകയും വണ്ടി നിർത്തി എന്നെ ഇറക്കുകയും എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞത് ഞാൻ ക്രൈമിൻ്റെ ഒരു ആരാധകനാണ് എന്ന് പറഞ്ഞ് നന്ദകുമാറിനെ രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇടിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു. ഇനി DGPയുടെ ഓർഡർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നന്ദകുമാർ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ തന്നെ ജയിലിൽ ചിലപ്പോൾ ചില കുഴപ്പങ്ങൾ അതും കൂടെ കവർ ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണ്. എന്നാൽ ലോകായുക്ത ഇടപെട്ടതുകൊണ്ട് എനിക്ക് അവിടെയും കുഴപ്പമുണ്ടായില്ല. ജഡ്ജ് എനിക്ക് പിറ്റേ ദിവസത്തെ കള്ളക്കേസാണെന്ന് പറഞ്ഞ് ജാമ്യം തന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. അന്ന് രാജശേഖരൻ നായരോട് പറഞ്ഞ ശോഭന ജോർജ് പറഞ്ഞത് ഞാൻ പരാതി തയ്യാറാക്കിയതല്ല, പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഒരു പരാതി
ക്ലിയറാക്കിയത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഞാനുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ ബ്ലാക്ക് മെയിലറാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് പി ശശി ഒരു കള്ള പരാതി ഉണ്ടാക്കി. അത് ആരാ എഴുതിയറിയാമോ? ചെറുനീർ ശശിധരൻ നായർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ പിന്നീട് കണ്ടു. അദ്ദേഹം പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്, എനിക്കറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ, LDF ഭരിക്കുമ്പോൾ എതിരാളികളെ നശിപ്പിക്കാൻ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ അകത്താക്കാനും കൊല്ലാനും വേണ്ടി എങ്ങനെയാണ് ഭരണാധികാരികൾ പ്രവർത്തിച്ചത് എന്നുള്ളതിന് തെളിവായിരുന്ന കേസ്. ആ കേസിൽ ഹൈക്കോടതി കോഷ് ചെയ്തു. അതിൽ പറഞ്ഞത് ഈ കേസ് കള്ളക്കേസാണെന്നും ഭരണകൂട ഭീകരതയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി വിധി വന്നത്. അതോടൊപ്പം എനിക്ക് 3 ലക്ഷം രൂപ കോഴിക്കോട് കോടതി വിധിച്ചു, അനുകൂലമായി വിധിച്ചു. അത് കഴിഞ്ഞു, കുറേ കാലം കഴിഞ്ഞു, ഞാനതൊക്കെ കഴിഞ്ഞു. എൻ്റെ പോരാട്ടം നടന്നുകൊണ്ടിരുന്നു. 2005 ഞാൻ ലാവ്ലിൻ കേസ് പുറത്തുവിടുന്നത്. ലാവ്ലിൻ കേസ് പുറത്തു വിട്ട ഉടൻ തന്നെ അന്ന് എൻ്റെ ഓഫീസ് കത്തിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ മരുമോനിസത്തിൻ്റെ ആളായ റിയാസിൻ്റെ നേതൃത്വത്തിലാണ് എൻ്റെ ഓഫീസ് കത്തിച്ചത്. എൻ്റെ ഓഫീസ് കത്തിച്ചത് എന്തിനാണ്? അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ കടത്താനാണ്. അവിടെ ഉണ്ടായിരുന്ന ലാവ്ലിൻ കേസിൻ്റെ സുപ്രധാനമായ രേഖകൾ കടത്താൻ വേണ്ടിയിട്ടാണ് റിയാസും സംഘവും പെട്രോളുമായി വന്ന് എൻ്റെ ഓഫീസ് കത്തിച്ചത്. അവിടെ നിന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു ഈ ഓഫീസ് എവിടെയാണെന്നുള്ളത്. ഇവരാദ്യം പോയത് പ്രിൻറ്റിംഗ് പ്രസ്സിലായിരുന്നു. ആ പ്രിൻറ്റിംഗ് പ്രസ്സുകാരൻ ഈ ഓഫീസ് ബോർഡൊന്നും വെക്കാത്ത ശരിക്കുള്ള ഒരു ഓഫീസ് മുന്നിലുണ്ട്, പിന്നിൽ ആരും അറിയാത്ത ബിൽഡിങ്ങിലായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഓഫീസ് കണ്ടെത്തുകയും അവിടെ വന്നിട്ട് എല്ലാവരെയും ഓട്ടിച്ച ശേഷം, മാനേജറടക്കമുള്ള ആളുകൾ മർദ്ദിച്ച ശേഷം അവർ തോക്കോലൊക്കെ വാങ്ങി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഫയലുകളെല്ലാം എടുത്തുകൊണ്ടുപോയി. ആ ലാവ്ലിൻ കേസിൽ രേഖകളെല്ലാം തന്നത് അന്ന് ഞാൻ രഹസ്യമായി വെച്ചിരുന്നെങ്കിലും പിന്നീട് ഞാൻ വെളിപ്പെടുത്തേണ്ടത് ഈ ബാലാനന്ദനായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിരുന്നു കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി. പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി വെറുതെ കെട്ടിച്ചമച്ച സംഭവമാണെന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ 3 കൊല്ലക്കാലം സിംഗപ്പൂരിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത അടുത്തുകാലം ചെയ്ത് ഞാനല്ല, ശ്രീ ഷാജഹാനാണ്. അതായത് ആ 3 വർഷക്കാലം ഈ ലാവ്ലിൻ ഈ പറയുന്ന കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി പ്രവർത്തിച്ച, ഫാരിസ് അബൂബക്കറോടൊപ്പം പ്രവർത്തിച്ച കാലഘട്ടത്തിൽ പിണറായി വിജയൻ നിരന്തരമായി അവിടേക്ക് കുടുംബസമേതം യാത്ര ചെയ്തിരുന്നു. അവിടുത്തെ ബാങ്കുകളിൽ വന്ന 75 കോടിയോളം രൂപ, ഇവിടുന്നാണ് SNC ലാവ്ലിൻ വഴി വന്ന 75 കോടി രൂപയുടെ രേഖകളടക്കമാണ് അന്ന് കടത്തിക്കൊണ്ടുപോയിട്ട്. അതേപോലെ ലാവ്ലിനുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രമല്ല, പിണറായി വിജയൻ്റെ വിദേശത്തുള്ള UAE അടക്കമുള്ള അനധികൃത സമ്പാദ്യത്തിൻ്റെ രേഖകളടക്കമാണ് കൊണ്ടുപോയത്. ആ രേഖകൾ കടത്തിക്കൊണ്ടുപോകുമ്പോൾ നമ്മുടെ റിയാസിന് പിന്നെ ലോട്ടറി അടിച്ചു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ഓഫീസ് കത്തിച്ചതിൻ്റെ പേരിലും എൻ്റെ ഓഫീസ് തകർത്തതിൻ്റെ പേരിലും റിയാസ് 25 ദിവസമാണ് ജയിലിൽ കിടന്നത്. പക്ഷേ 25 ദിവസം ജയിലിൽ കിടന്നത് അതുകൊണ്ട് എന്താ ദോഷം? അദ്ദേഹത്തിന് എന്ത് കിട്ടി? അടുത്ത ഇലക്ഷനിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഇലക്ഷന് ഞങ്ങളെ വാർഡിൽ തന്നെ നിന്നു. അദ്ദേഹത്തിന് ഞങ്ങളടക്കം തോൽപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും ഞങ്ങളടക്കം ഒരു വേറെ റിയാസിനെ കൂടെ സ്ഥാനാർത്ഥിയാക്കി, അല്ല ക്രൈമിൻ്റെ പ്രത്യേക ലെക്കാർക്ക് അദ്ദേഹത്തെ തോൽപ്പിച്ചു. പക്ഷെ പിന്നെ കൊടുത്തത് ബേപ്പൂരിലെ സീറ്റാണ്. കാരണം അവിടെ ആരെ കൊണ്ടിട്ടാലും വിജയിപ്പിക്കാനുള്ള സീറ്റിൽ അദ്ദേഹത്തെ നിർത്തി, അദ്ദേഹത്തെ വിജയിപ്പിച്ചു. പിന്നെയോ അദ്ദേഹത്തിന് മന്ത്രിയാക്കി. ഏത് വകുപ്പിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുക? ഒരു വകുപ്പും കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ആണെന്ന് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഈ രേഖകൾ കടത്തിക്കൊണ്ടുപോയി പിണറായി വിജയനെ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ആ കേസിൽ അതിൽ മരുമോന് എല്ലാ സൗകര്യം കിട്ടി. മാത്രമല്ല മോളെ കെട്ടിച്ചു കൊടുക്കാനുള്ള കാരണമായി തീർന്നതും അത് തന്നെയാണ്. രണ്ടാമതൊരു കാരണമുണ്ട്. ഈ പറയുന്ന ഫാരിസ് അബൂബക്കറിന്റെ സ്വന്തം ആളാണ് റിയാസ്. ഓഫീസ് കത്തിച്ച ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായൊരു സംഭവം, കൊട്ടേഷൻ ടീമിനെ എന്നെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നുള്ള വിവരം കൊട്ടേഷൻ ടീം തന്നെയാണ് എന്നെ അറിയിക്കുന്നത്. അങ്ങനെ അത് അറിയിക്കുന്നതിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 2005 ഫെബ്രുവരി 14 അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി വർഗവഞ്ചകനായ നന്ദകുമാറിനെ കൊല്ലാൻ തീരുമാനിച്ചു, ഫിനിഷ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള തീരുമാനമെടുത്തു. എന്നെ പ്രമുഖരായ മംഗളത്തിൻ്റെ എഡിറ്റർ അജിത് കുമാർ, രാജശേഖരൻ നായർ, പോലീസ് ഓഫീസർമാർ, അങ്ങനെയുള്ള ആളുകൾ എന്നെ അറിയിക്കണം, നന്ദകുമാറിന് യാതൊരു കാരണവശാലും നന്ദകുമാർ ജീവിക്കാൻ പോകുന്നില്ല, കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു? സാധാരണ ലെവലിൽ അങ്ങനെ പാർട്ടി തീരുമാനിച്ചാൽ അതോടെ കഴിഞ്ഞു എന്നാണ്. CPM തീരുമാനിച്ച ഒരാളെ കൊല്ലാൻ തീരുമാനിച്ച ഫൈനൽ. വർഗവഞ്ചകനല്ലേ?
പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, എറണാകുളത്ത് പ്രസ് ക്ലബിൽ അഡ്വക്കേറ്റ് രാംകുമാറിനെ കണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഓഫീസ് കത്തിച്ചതിലെല്ലാം എൻ്റെ ഓഫീസ് കത്തിച്ച് മാത്രമല്ല ക്രൈമിൻ്റെ കോപ്പികൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്നെ കൊല്ലാനും തീരുമാനിച്ച കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി രാംകുമാറിനടുത്ത് പോയി. രാംകുമാറിനോട് ആദ്യം പോലീസ് പ്രൊട്ടക്ഷനാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു കാരണവശാലും പോലീസ് പ്രൊട്ടക്ഷൻ മേടിക്കരുത്, അത് പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചാൽ അതിൻ്റെ മറവിൽ നന്നാകുമ്പോൾ തട്ടാൻ പറ്റും, പോലീസുകാർ കൊന്നെന്ന് പറയും. അതുകൊണ്ട് അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട്, അതിന് കാരണം പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയാണെന്ന് മാത്രമല്ല ഏറ്റവും വലിയ ഭീരുകൂടിയാണ്. അദ്ദേഹത്തിന് നേരെ ഒരു ആരോപണം വന്നാൽ അദ്ദേഹമാണ് എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതെന്ന് അറിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ആ പരിപാടിക്ക് അദ്ദേഹം നിൽക്കില്ല എന്ന രാംകുമാറിൻ്റെ ഉപദേശപ്രകാരം പ്രകാരം ഞാൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ പെറ്റീഷനിലാണ് ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്ത ഉടനെ തന്നെ ഞാൻ പത്രസമ്മേളനം വെച്ച് ഈ പത്രം ഇത് വാർത്ത കൊടുത്ത് എല്ലാ പത്രങ്ങളും വലിയ വാർത്ത വന്നു. എന്നെ കൊട്ടേഷൻ ടീമിനെ കൊല്ലാൻ ഏൽപ്പിച്ച പിണറായി വിജയൻ ഓൺ ദ സ്പോട്ട് കൊട്ടേഷൻ ടീമിനെ എല്ലാം പിൻവലിക്കുകയാണ്. എന്നോട് ഈ അടുത്ത കാലത്ത് ഞാൻ കെ രമയെ കണ്ടപ്പോൾ കെ രമ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നെ TPA-നേക്കാൾ മുമ്പ് കൊല്ലപ്പെടേണ്ടത് നന്ദകുമാറായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് നന്ദകുമാർ രക്ഷപ്പെട്ടത് എന്നോട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അഡ്വക്കേറ്റ് രാംകുമാർ ഇങ്ങനെ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു, പിണറായി വിജയൻ ഇത്ര ഭീരുവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം പാർട്ടി പ്രവർത്തകരുടെ പേരിലാണ് കൊല്ലപ്പെടാറ്. ഇത് പിണറായി വിജയൻ പ്രതിയാകുമെന്ന് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് എന്നെ പിണറായി വിജയൻ സംരക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ഞാൻ പറഞ്ഞു TPക്കും ഇതേപോലെ രക്ഷപ്പെടാമായിരുന്നു, ഒരു പെറ്റീഷൻ നേരത്തെ ഫയൽ ചെയ്താൽ മതിയായിരുന്നു. കാരണം 2005 ഈ ക്രൈം ലാവ്ലിൻ കേസ് കൊണ്ടുവന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ അദ്ദേഹത്തിന് ഏറ്റവും തിരിച്ചടി കിട്ടിയത് ലാവ്ലിൻ കേസിലൂടെയാണ്. ആ ലാവ്ലിൻ കേസ് പുറത്ത് കൊണ്ടുവന്ന് CBI അന്വേഷണം കൊണ്ടുവന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പിണറായി വിജയൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരടാണ്. ആ സംഭവത്തിൽ ഞാൻ രക്ഷപ്പെട്ടത് ഈ വിധത്തിലാണ്. എന്നാൽ കെ രമയ്ക്ക് സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ധീരരായ പോരാട്ട നായകന്മാരാണ്, എന്തിനും നേരിടാം എന്നാണ്. കാരണം മരണത്തെ പേടിയില്ലാത്ത ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മരണത്തെ പേടിക്കുന്ന ഒരാളായിട്ടല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കുറേയും കൂടി പോരാടാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. എൻ്റെ ഓഫീസ് കത്തിച്ച ശേഷം കോഴിക്കോട് ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വരികയാണ്. ഞാൻ അറിയാത്ത നമ്പറിൽ നിന്നാണ് കോള് വരുന്നത്. എന്നോട് മറുതലക്കിൽ വിളിച്ചത് വേറെ ആരുമില്ല, VS അച്യുതാനന്ദനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം നന്ദകുമാർ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നന്ദകുമാറിന് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊടുക്കാൻ താല്പര്യമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തേക്ക് എന്ത് സന്തോഷമുള്ളത്. ഞാൻ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇത് കള്ളക്കേസാണെന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കള്ളക്കേസ്. അപ്പം എനിക്ക് തെളിയിക്കാനുള്ള അവസരമാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന് കൊടുക്കാൻ തയ്യാറ്. അന്ന് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം, എൻ്റെ രേഖകളെല്ലാം നശിച്ചു പോയി, ഞാൻ എന്ത് ചെയ്യും? അതൊന്നും പേടിക്കേണ്ട, രേഖകൾ അവിടെ എത്തിക്കോളും, ആ രേഖകളുമായിട്ട് നന്ദകുമാർ അറിയുന്ന ഒരാൾ അവിടെ എത്തിക്കോളും എന്ന് പറയുകയും അധികം താമസിയാതെ എന്നെ PC ജോർജ് വിളിക്കുകയും ചെയ്യാണ്. ആ PC ജോർജാണ് എനിക്ക് എല്ലാ രേഖകളും പിന്നീട് 3 ഫയലാക്കി കൊടുത്തയച്ചത്. ആ ഫയൽ തയ്യാറാക്കി എല്ലാം റെഡിയാക്കിയിട്ടുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നേക്കാൾ അധികം ലാവ്ലിൻ കേസിനെ പറ്റി പഠിച്ചിട്ടുള്ള KM ഷാജഹാനാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കിയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. ആ രേഖ കിട്ടിയില്ലായിരുന്നെങ്കിൽ, എനിക്ക് രണ്ടാമത്തെ രേഖ കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊടുക്കാൻ പറ്റുമായിരുന്നത്. എനിക്ക് അതേ സമയത്ത് PT തോമസും കുറേ രേഖകൾ തരികയുണ്ടായി, കിട്ടാത്ത കുറേ രേഖകൾ തരികയുണ്ടായി. അങ്ങനെയാണ് കേരളത്തിൽ ലാവ്ലിൻ കേസ് CBI അന്വേഷണം വന്നത്.